ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിക്ക് നിങ്ങളെ വേദനിപ്പിച്ചവരും വിഷമിപ്പിച്ചവരും നിങ്ങളെ വളരെയധികം ദുഃഖിപ്പിച്ചവരുമായ ആൾക്കാരുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാവുകയാണ്. കാരണം അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അവർക്ക് ഇപ്പോൾ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത്? അവരുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ റീഡിങ്. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കാൻ ശ്രമിച്ചു. അതായത് അവർ ആഗ്രഹിച്ചത് നിങ്ങൾ വീണ്ടും ലൈഫിൽ കോൺഫിഡൻസോടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആദ്യം തകർക്കേണ്ടത്. അതിനുവേണ്ടി അവർ ശ്രമിച്ചു. നിങ്ങൾ കോൺഫിഡൻസോടെ ഇരുന്നാൽ മാത്രമേ ഗ്രോത്തിൻ്റെ നേർക്ക് നിങ്ങൾ പോവുകയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് അവർ തകർക്കാൻ ശ്രമിച്ചത്. ഇവിടെ എത്ര മോശം സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ലൈഫിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. അതായത് ഒരു ആൾക്കാരെന്ന് പറയുമ്പം എത്ര വെല്ലുവിളികൾ വന്നാലും അതിനെ ശക്തമായിട്ട് നേരിടും. മറ്റേ തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ആ വെല്ലുവിളികളെ കണ്ട് പേടിച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കുകയോ ചെയ്യും. ഇതിൽ രണ്ടാമത്തെ ആൾക്കാരാണ് നിങ്ങൾ. കാരണം നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റക്കായിട്ടിരുന്നു. കാരണം ലൈഫിൽ ആ ഒരു മോശം സാഹചര്യങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ സ്റ്റക്കായിട്ടിരുന്നു. പക്ഷേ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് നിങ്ങൾ ആ സ്റ്റക്നെസ് അനുഭവിച്ചത്. പക്ഷേ അതിനുശേഷം നിങ്ങൾ ശക്തരായി പ്രതികരിച്ച് മുന്നോട്ട് വന്നു. ആ ഒരു മോശം സാഹചര്യത്തിനെ എല്ലാം തോൽപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നു. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു പാഠം പഠിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏത് മോശം സാഹചര്യം വന്നാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ അനുഭവിച്ചത് വച്ച് നോക്കുമ്പോൾ നിങ്ങൾ മുന്നത്തെ ആ ഒരു പേഴ്സണാലിറ്റിയിലല്ല ഇപ്പോൾ ഉള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്, ഹിഡൻ ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. മുന്നേ നിങ്ങൾ എന്തെന്ന് വച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമാവും, നിങ്ങൾക്കറിയാൻ തുടങ്ങും. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ബോൾഡ് സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ പെട്ടെന്നൊന്നും നിങ്ങളെ ആർക്കും ഒന്ന് കുഴിയിൽ ചാടിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം അത്രയ്ക്ക് ബോൾഡായി. നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരുടെ സ്വഭാവം എന്താണെന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സഹായിക്കാൻ പോകുന്ന വ്യക്തി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാണ് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഈ വ്യക്തിക്ക് ഞാൻ സഹായം ചെയ്യാൻ പാടില്ല, ഈ വ്യക്തി കള്ളമാണ് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. മുന്നേ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു. കൂടാതെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ മോശം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തിരിച്ച് മറുപടി കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. മുന്നേ നിങ്ങൾക്ക് അത്രത്തോളം മെച്യൂരിറ്റി ഇല്ലായിരുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് എത്രത്തോളം ആൾക്കാർ ഇടപെട്ട് മോശമാക്കിയിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ താണ് കേണ് അപേക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റി ഇതിൽ നിന്ന്? അങ്ങനൊരു പാഠം നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. അതായത് ഏത് വ്യക്തി കാരണമാണോ നിങ്ങൾക്ക് മോശ സാഹചര്യം അനുഭവിക്കേണ്ടി വന്നത്, ആ ഒരു വ്യക്തി കാരണം നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ പഠിക്കാൻ പറ്റി, ആ ഒരു സമയം എൻ്റെ പെരുമാറ്റം ആ വ്യക്തിയോട് എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചില സമയം ചിന്തിക്കാറുണ്ട്. ഇനി ഒരിക്കലും ഒരു പാറ്റേൺ തന്നെ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആവത്തില്ല. ഇനി മോശം ആൾക്കാർ ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിലുള്ളത് അവർ സ്വയം നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്നതാണ്. അതായത് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടായിരിക്കും ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്നത്. അതായത് നിങ്ങൾ ഭയങ്കര അഹങ്കാരിയാണ്, നിങ്ങൾ ഭയങ്കര അസൂയുള്ളവരാണ്, നിങ്ങളെ എന്തെങ്കിലും കാര്യത്തിന് ബ്ലെയിം ചെയ്തിട്ടായിരിക്കും അവർ ലൈഫിൽ നിന്ന് പോകുന്നത്. ഈ ഒരു വ്യക്തികൾ ഒത്തിരി വിഷമങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നത്. ഒത്തിരി ഈ ഒരു വ്യക്തികൾ നിങ്ങളെ ദുഃഖിപ്പിക്കുവാൻ നോക്കി. പക്ഷേ നിങ്ങൾ പകരം അവരുടെ മുമ്പിൽ സുഖമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഒന്നും നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ബാക്കിയില്ല, ഇനി ഇവിടെ നിൽക്കാതെ പോകുന്നതാണ് നല്ലത് എന്ന്. ഇവരൊക്കെ നിങ്ങളെ ഒത്തിരി കരയിപ്പിക്കുവാൻ നോക്കി. പക്ഷേ നിങ്ങൾ സന്തോഷത്തോടെ അവരുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് അവരെ നേരിട്ടു. ഇനി ഞാൻ ആരുടെ മുന്നിലും കരയത്തില്ല, എല്ലാവരുടെ മുമ്പിലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ നിൽക്കും. നിങ്ങൾ എടുത്ത തീരുമാനം വളരെ നല്ലതാണ്.
നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുകയാണ്. അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ വിഷമത്തെ ആരുടെ മുമ്പിലും നമ്മൾ തുറന്ന് കാണിക്കാൻ പാടില്ല. ചില ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്യും. ചില ആൾക്കാർ ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിഷമം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആരുടെ മുമ്പിലും അത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടെ ബോൾഡും സ്ട്രോങ്ങും ആയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ കൂടിയിരിക്കുകയാണ്. ഇതെല്ലാം മറ്റുള്ളവർ നിങ്ങൾക്ക് തന്ന ആ വിഷമങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പഠിച്ച പാഠത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റിയതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് മാറിയത്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചതിലൂടെ ഫ്രീഡമാണ് ലഭിച്ചത്. ഇത് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചത്, ഈ ഒരു ബ്ലെസ്സിങ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, വലിയ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ദുഃഖങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുമ്പോൾ തോന്നും, അയ്യോ ഇതെന്തു വലിയ ദുഃഖമാണ് എന്ന്. പക്ഷേ നിങ്ങൾ വലിയ വലിയ ദുഃഖങ്ങൾ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയത്, ചെറിയ ദുഃഖങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ലൈഫിൽ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ച, ചെറുതും വലുതുമായിട്ട് ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. പക്ഷേ ഈ പാസ്റ്റിൽ, ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച പോലുള്ള ദുഃഖം വേറെ ആരും അനുഭവിക്കത്തില്ല. അത്ര വലിയൊരു ദുഃഖമാണ് നിങ്ങൾ അനുഭവിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ദുഃഖം അനുഭവിച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി, ഇതിനപ്പുറം ഇനി വേറെ എന്താ ദുഃഖം? അത്രമാത്രം വലിയ ഒരു ദുഃഖമാണ് നിങ്ങൾ അനുഭവിച്ചത്. മറ്റുള്ളവർ അത് കണ്ടിട്ട് വിചാരിച്ചാണ് ഇവരെങ്ങനെ ഇത് കടന്നു വന്നു എന്ന്. പക്ഷെ ആ ഒരു മോശം സാഹചര്യത്തിലും നിങ്ങൾ ആ ഒരു സാഹചര്യം കണ്ട് പേടിച്ച് മാറി നിന്നില്ല. എങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വരാം, എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വരും, അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ വളരെയധികം നല്ല ഒരു ഊർജ്ജത്തോടെ, സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡോടെ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ താണുകൊടുത്തില്ല. ഇങ്ങനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിലും എല്ലാം ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്. കാരണം വേറെ ഓപ്ഷനൊന്നും നിങ്ങളുടെ മുന്നിലില്ല. ഒന്നുകിൽ ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് കൊണ്ടുവരണം, ഇല്ല എങ്കിൽ സ്റ്റക്കായിട്ടിരിക്കണം. അതിന് നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല. എന്തായാലും ഒരു മാറ്റം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങൾ എന്തുമാത്രം ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. മറ്റുള്ളവരോട് ചിലപ്പോൾ പറഞ്ഞാൽ പോലും അവർക്ക് പെട്ടെന്ന് അത്ഭുതം തോന്നും. അവരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ഒരിക്കലും എന്നെക്കൊണ്ട് ഇത്രയൊന്നും വിഷമം അനുഭവിക്കാൻ സാധിക്കത്തില്ല എന്ന് അവർ പറയും. കാരണം അത്രമാത്രമാണ് നിങ്ങൾ അനുഭവിച്ചത്. നിങ്ങളെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും സാധിക്കത്തില്ല. കാരണം നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇനി പോസിറ്റീവായിട്ടുള്ള പല ചേഞ്ചസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. 1111 111 ഇതൊക്കെ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്തായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോകുകയാണ്. നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ പ്ലാന് വിഫലമാക്കിയിട്ടുണ്ട്. വിഫലമാക്കുന്ന പോരാഞ്ഞിട്ട് അവർ എന്തിനു വേണ്ടിയാണോ നിങ്ങളെ ദുഃഖത്തിലാക്കാൻ ശ്രമിച്ചത്, തിരിച്ച് അവർക്ക് ആ ഒരു ദുഃഖം കിട്ടിയതുപോലെ അങ്ങനെയും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റുള്ള വ്യക്തി എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ ഇവർ മോശം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മറിച്ച് നല്ലതാണ് സംഭവിക്കുന്നത്, മോശത്തിന് പകരം നല്ലതാണ് സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എപ്പോഴും അവർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാനുള്ള മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആ മെച്യൂരിറ്റി, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി, അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്. ഇവിടെ ശിവശക്തിയുടെ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ അവരെ പൂജിക്കുന്നുമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് 10 നമ്പർ എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലോക്കിൽ അല്ലെങ്കിൽ വാച്ചിൽ 10 നമ്പർ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ നേർക്ക് ന്യായം സംഭവിച്ചതായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ വളരെ മോശമായ രീതിയിൽ വിഷമിപ്പിച്ചു. അതായത് ഈ ലൈഫിന് എന്തിനാണ്, ഒരു ഇതിനും കൊള്ളത്തില്ല എൻ്റെ ഈ ലൈഫ് എന്ന് വരെ നിങ്ങൾ ചിന്തിച്ച ആ രീതിയിൽ നിങ്ങളെ അവർ വേദനിപ്പിച്ചു. ഇവർ നിങ്ങളെ തകർക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതായത്
അവരുടെ ഇൻറ്റൻഷൻ ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല. ഈ ഈ ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മറ്റു പലതിലോട്ടും ചിന്ത പോകുന്നത്. പക്ഷേ ഇവരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. മറിച്ച് ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ്. ആരെന്തും പറഞ്ഞോട്ടെ, എന്ത് മോശം പറഞ്ഞോട്ടെ, ആ പറയുന്ന ആൾക്കാരുടെ വാക്കുകൾ എത്രത്തോളം നമ്മൾ എടുക്കുന്നു എന്നതിന് അനുസരിച്ചിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിനെ എടുത്ത് വിഷമിക്കാൻ തുടങ്ങിയാൽ പിന്നെ വിഷമിക്കാനേ നേരം കാണുള്ളൂ. മറിച്ച് അതിനെ നെവർ മൈൻഡായിട്ട് കളഞ്ഞാൽ നമുക്ക് അത്രയേ ഉള്ളൂ. അയാൾ എന്തോ പറഞ്ഞു, നെവർ മൈൻഡ് എന്നുള്ള രീതിയിൽ കളഞ്ഞിട്ട് മുന്നോട്ട് ജീവിക്കുക. കാരണം നമ്മളെ ജീവിതം നമ്മളാണ് ജീവിക്കുക, അല്ലാതെ വല്ലവരും പറയുന്ന കേട്ടിട്ടുള്ള ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇവിടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മേൽ ഒരിക്കലും വരാൻ പാടില്ല. കാരണം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ നോക്കി പേടിപ്പിക്കുമായിരിക്കാം, പക്ഷേ നിങ്ങളെ ഒരിക്കലും കീഴ്പ്പെടുത്തുവാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ. കാരണം നിങ്ങൾ അത്രത്തോളം ഒരു നല്ല ഊർജത്തിൻ്റെ ഉടമയാണ്, അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരുവാൻ വേണ്ടി. ഇവിടെ നിങ്ങളുടെ ആ ഒരു ട്രിക്ക് ഫലിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ ലൈഫിൽ ഏത് വ്യക്തിയാണ് ശരി, ഏത് വ്യക്തിയാണ് നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്നത് എന്ന്. അവരുടെ മുഖങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ടാകും. ഇവിടെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൈസയിലാണ് കണ്ണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നു, കറങ്ങാനൊക്കെ പോകുന്നു, അതൊന്നും ഇവർക്ക് പറ്റുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് അവർ ആ ചേഞ്ചസിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി എന്താണോ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു ബലം ഉറപ്പായിട്ടും അവർക്ക് കിട്ടുന്നതാണ്. കാരണം ഒരു വ്യക്തിയുടെ മാനസിക നിലയെ തന്നെ മോശമാക്കുന്ന രീതിയിലാണ് ഈ വ്യക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അതിൻ്റെ കർമ്മത്തിൻ്റെ ബലം ഉറപ്പായിട്ടും ദൈവം കൊടുക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ വിജയത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആകണം, എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് വിജയിക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഇവരുടെ വാക്കുകൾ കേട്ട് ഡൗൺ ആവുന്നില്ല. അതായത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചേഞ്ചസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് എന്തോ കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ. അത് പുറമേ നിങ്ങൾ ആരെയും കാണിക്കുന്നില്ല. ഇല്ല എങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. എന്തോ ഒരു മാറ്റം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ബൂസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവർ എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ നിങ്ങളുടെ ലൈഫിനെ ആക്കി, അതിൽ വിജയിച്ചു ഇവർ എന്നാണ്. പക്ഷേ അവർ പോലും അറിയാതെ പല പരിവർത്തനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അവരുടെ കൺട്രോൾ എല്ലാം പൊട്ടിച്ച് നിങ്ങൾ പുറത്ത് വന്ന് അവർക്ക് നല്ലൊരു പാഠം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ സ്വഭാവത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ സന്തോഷം എന്താണ് അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വ്യക്തി നല്ലതായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് എല്ലാവർക്കും അസൂയയും കുശുമ്പും വരുന്നത്. ആ വ്യക്തി ഇത്രയും നാൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് അവർക്ക് എങ്ങനെ പൈസ കിട്ടി, എങ്ങനെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു, എങ്ങനെയെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കണം, അവർ പഴയ അവസ്ഥയിൽ തന്നെ ഇരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് തകർക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക്. പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല, നല്ല ആൾക്കാരും ഉണ്ട്. ചില സമയം നമ്മൾ എപ്പോഴും ഐസൊലേഷനിൽ ഇരുന്നിട്ട് പുറത്ത് പോയി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോട് ചേർന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിന് ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ലേ? അത് നമ്മുടെ ആ ഒരു വൈബ്രേഷനിലൊത്ത ആൾക്കാരെ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. പക്ഷെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിങ്ങനെ പുറത്ത് പോകാൻ പാടില്ല, 4 പേര് സംസാരിക്കാൻ പാടില്ല, കറങ്ങാൻ പാടില്ല എന്നൊക്കെയാണ്. കാരണം അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സന്തോഷം ലഭിക്കത്തില്ല. ആ ഒരു സന്തോഷം അവർക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിനോട്, പക്ഷേ നിങ്ങളുടെ അതേ അവസ്ഥയിൽ അവരെയും കൊണ്ടെത്തിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ആർക്കും മോശം വരരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ മോശം ആഗ്രഹിച്ച ആൾക്കാരുടെ ലൈഫിൽ സ്ട്രെസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി മറ്റൊരാളുടെ മുന്നിൽ തമാശയ്ക്കെന്ന വണ്ണം ഈ വ്യക്തിയെക്കുറിച്ച് തന്നെ വളരെ മോശം പറഞ്ഞു. അത് ഇപ്പോൾ ബലിച്ചയ്ക്കാണ്, സത്യമായി മാറിയിരിക്കുകയാണ്.
ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാക്ക് ഓർമ്മയുണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തി തമാശ രൂപേണ വളരെ കോൺഫിഡൻസിൽ പറഞ്ഞതാണ് ഈ വ്യക്തിയെക്കുറിച്ച് വളരെ മോശം. അത് മാനിഫെസ്റ്റേഷൻ ആയിരിക്കുകയാണ്. അതായത് ഒരാളുടെ കള്ളം പിടിക്കുമ്പോൾ ആ വ്യക്തി എന്താ പറയുന്നത്, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിച്ചിട്ടെ, നീയാണ് കള്ളം പറഞ്ഞതെങ്കിൽ നിൻ്റെ കൂടെ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെയൊക്കെ തമാശയ്ക്ക് പറയത്തില്ലേ. അങ്ങനെ എന്തോ കാര്യം ഇവർ പറഞ്ഞു, അത് സത്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ ആ ഒരു വിഷമങ്ങളൊക്കെ ഹൈഡാക്കി വച്ചിരിക്കുകയാണ് ദൈവം. പക്ഷെ വരാൻ പോകുന്ന സമയം ഇവർക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർക്ക് ഉള്ളത് എന്ന്. ചിലപ്പോൾ ഹെൽത്ത് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇവർക്ക് നേരിടേണ്ടി വരും. ഇവിടെ എന്തായാലും എന്തോ ഒരു കാര്യം ഇവർ അനുഭവിക്കും വരാൻ പോകുന്ന സമയം. ഇവിടെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുക, റിയാക്ഷൻ തരിക, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സിലാണ് ഇവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ വഴക്കിടുക, അക്രമാസക്തരാവുക, അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവത്തിലേക്ക് ഇവർ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല ഇവർക്ക്. ഇനി ഇവർ ഐസൊലേറ്റഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ, അതായത് പുറത്തൊന്നും ഇറങ്ങുന്നില്ല, ഒരു കാര്യത്തിനും വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എങ്കിൽ, നിങ്ങൾ വിചാരിക്കുക ഇവരുടെ ലൈഫിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇതുകൂടാതെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാവുക, ചെറിയ ചെറിയ മുറിവുകളായാണെങ്കിൽ അത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇവരുടെ കർമ്മത്തിൻ്റെ ഫലം റിട്ടേൺ ഇവർക്ക് തന്നെ കിട്ടുകയാണ് എന്ന്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ഗ്രോത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക. കൂടാതെ എൻ്റെ ലൈഫിൽ ന്യായം സംഭവിച്ചതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുക. ഇവിടെ ഓരോ ദിവസം കൂടുന്തോറും ഇവരുടെ മാനസിക അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ ആരോടും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. ചില ആൾക്കാർ ചിലപ്പോൾ ഒരു സിറ്റി വിട്ട് അടുത്ത സിറ്റിയിലേക്ക് പോകാൻ വരെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളോട് അത്രമാത്രം മോശമാണ് ഇവർ ചെയ്തത്. ഇവിടെ ഈ ഒരു വ്യക്തി മനസ്സിൽ ദേഷ്യം വച്ചിട്ട് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ ദൂരെ മാറ്റാൻ ശ്രമിച്ചു. അതായത് നിങ്ങളുടെ സ്വന്തം ആൾക്കാരിൽ നിന്ന് നിങ്ങളെ വേർപെടുത്താൻ ശ്രമിച്ചു. ചില ആൾക്കാർ അവരുടെ മക്കളിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചു ഈ ഒരു വ്യക്തി ദുഷ്ട മനോഭാവം വച്ചിട്ട്. ഇവിടെ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിച്ച് കുറച്ചൊന്ന് വിഷമിക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയം ഞാനൊന്ന് ബാലൻസ് ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ ഉറപ്പായിട്ടും അനുഭവിക്കും. ഒരിക്കലും കുട്ടികളിൽ നിന്ന് അവരുടെ അമ്മയെ വേർപെടുത്താനോ അല്ലെങ്കിൽ അച്ഛനെ വേർപെടുത്താനോ അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരിൽ നിന്നും ഒരാളെ വേർപെടുത്താനോ ഒന്നും പാടില്ല. അത് തെറ്റായ കർമ്മമാണ്. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തി, അതായത് പുറമേ ഉള്ളൊരു വ്യക്തിയുടെ ആ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ട്. ആ ഒരു വ്യക്തിയുടെ മാനിപ്പുലേറ്റിംഗ് കാരണം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെട്ടു. ചില ആൾക്കാരുടെ കാര്യം നോക്കണമെങ്കിൽ കുടുംബത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തിയത്. ഇവിടെ പുറത്തുള്ള ഒരാൾ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ, ആരാണ് സ്വന്തം ആരാണ് സ്വന്തമല്ലാത്ത, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ഈ വ്യക്തി എന്താ ചെയ്തത്, അവർ പറയുന്ന കേട്ടിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി. ഇവിടെ നിങ്ങൾ ഒത്തിരി കോംപ്രമൈസ് ചെയ്താണ് ഇത്രയും കാലം മുന്നോട്ട് പോയത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ കഴിഞ്ഞ കുടുംബമായിരുന്നു നിങ്ങളുടേത്. പക്ഷേ പുറത്തുള്ള വ്യക്തികളുടെ മോശം ഒരു ഇൻഡക്ഷനും മോശമായിട്ടുള്ള ദുഷ്ടഭാവവും കാരണം നിങ്ങളുടെ നല്ല ലൈഫിനെ അവർ സ്പോയിൽ ചെയ്തു. പക്ഷേ ഇവർ ഒരിക്കലും വിജയിക്കുമെന്ന് വിചാരിക്കേണ്ട. ഇവർ ചെയ്ത ഈ ഒരു കർമ്മത്തിൻ്റെ ഫലം തിരികെ ഇവർക്ക് തന്നെ ലഭിക്കുകയാണ്. ഫസ്റ്റ് ഇവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി, അതിനുശേഷം നിങ്ങളുടെ കൺട്രോൾ ഇവരുടെ കയ്യിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇതെല്ലാം ദൈവം മോളിരുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കർമ്മഫലം എന്നുള്ള സംഭവം എല്ലാവർക്കും കിട്ടുന്നത്. ഇവർ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ദുഃഖം മാത്രം കൊണ്ടുവരുവാൻ ശ്രമിച്ചു. പക്ഷേ മറിച്ച് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വന്നു, സന്തോഷം വന്നു, സ്വാതന്ത്ര്യം വന്നു. ഇത് നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായിട്ടും സ്റ്റക്കാക്കി വെക്കാൻ ഇവർ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ വന്നു. ഇവർ എന്താണോ പറയുന്നത് അത് കേൾക്കണം. അത് കേട്ടില്ല എങ്കിൽ ഇവർക്ക് ദേഷ്യം വരും. അങ്ങനൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ കാരണം നിങ്ങൾക്ക് ഒത്തിരി ലൈഫിൽ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്തു. ഈ വ്യക്തി നിങ്ങളുടെ മോശം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരിൽ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.